നമുക്ക് ഈ കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന കേൾവിക്കുറവിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? രക്ഷിതാക്കളുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യം തന്നെയാണിത്. അപ്പോൾ കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്കത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചില ലക്ഷണങ്ങളാണ് നമ്മളെ സഹായിക്കുന്നത് കുഞ്ഞുങ്ങളിലെ ഈ കേൾവിക്കുറവിനെ കണ്ടെത്താനായിട്ട്. അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 3 മാസം വരെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടാതിരിക്കുക, ചുറ്റിലുള്ള അസ്വസ്ഥതയുണ്ടാക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഉണരാതിരിക്കുക. ഇനി 4 മുതൽ 8 മാസം വരെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ശബ്ദങ്ങൾ കേൾക്കുന്ന ഭാഗത്തേക്ക് തിരയാതിരിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കുക, പെട്ടെന്ന് ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ മുഖഭാവത്തിൽ മാറ്റം വരാതിരിക്കുക, ശബ്ദമുണ്ടാക്കുന്ന ടോയ്സ് കൊണ്ട് കളിക്കുമ്പോൾ അത് ആസ്വദിക്കാതിരിക്കുക, ശബ്ദങ്ങളെ അനുകരിക്കാതിരിക്കുക. 9 മുതൽ 12 മാസം വരെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പേരിനോട് പ്രതികരിക്കുന്നില്ല, പരിചിതമായിട്ടുള്ള ശബ്ദങ്ങളെ തിരിച്ചറിയാതിരിക്കുക, അച്ഛൻ, അമ്മ തുടങ്ങിയ ലളിതമായ വാക്കുകളോട് പ്രതികരിക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ പ്രകടമാകുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് കേൾവി പരിശോധിക്കേണ്ടതാണ്.